നോമ്പ് ചിന്തകൾ 4-ാം വ്യാഴം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം കാണുന്നത്. ഭയാനകമായ ഒരു ശാരീരിക രോഗം എന്നതിലപ്പുറം സാമൂഹികവും മതപരവുമായ ഒറ്റപ്പെടലിനും ഈ രോഗം കാരണമായിരുന്നു. കുഷ്ഠരോഗികൾ മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടിയിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ എന്ന ഈശോയുടെ സുഖപ്പെടുത്തുന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കാൻ. സമൂഹം അശുദ്ധനെന്ന് വിളിച്ച് മാറ്റി നിർത്തിയിരുന്നവനെ തൊട്ടു സുഖപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ തെറ്റായ നിലപാടിനെ ഈശോ തിരുത്തി. ഇവിടെ നാം കാണുന്ന ആത്മീയ പാഠങ്ങൾ കുഷ്ഠരോഗിയുടെ വിശ്വാസത്തിൻ്റെ ശക്തി, സൗഖ്യദായകനായ ഈശോയുടെ കരുണ, മോശയുടെ നിയമത്തോടുള്ള ആദരവ് ഇവയാണ്. എൻ്റെ ജീവിതത്തിലും ഈശോ തൊടേണ്ടതും സൗഖ്യമാക്കേണ്ടതുമായ പല മേഖലകളുമുണ്ടാകും. കുഷ്ഠരോഗിയെപ്പോലെ കർത്താവിൻ്റെ മനസ്സലിവിന് കാരണമാകത്തക്ക വിധം അഗാധമായ വിശ്വാസത്തോടെ നമുക്കും അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്താം. നോമ്പുകാല ചൈതന്യത്തിൽ വിശ്വാസ തീക്ഷ്ണതയോടെ സൗഖ്യദായകനായ കർത്താവിനെ നമുക്ക് സമീപിക്കാം, അനുഗ്രഹം നേടാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.